IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1698 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേഠാണ്. സാറിന്റെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാദത്ത് സേഠ് സാർ നമുക്ക് ഇതിനകം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ ഒരു ക്ലാസിന്റെ രണ്ടാം ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം എന്ന് പറയുന്നത് ഹോമിയോപ്പതി ചികിത്സയിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യം എന്നുള്ള വിഷയത്തിലാണ് ഇന്ന് സാർ ക്ലാസ് എടുക്കുന്നത്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ലാസ് തുടങ്ങാം. ശൈലജ ഡോക്ടർക്കും IFPHനും 1700 എത്ര മേഡം അത് 698 1698 ഡോക്ടർ ധനേഷും ഫുൾ ടീമും ഇത് എങ്ങനെ മറ്റന്നാൾ 1700 ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും എല്ലാ അഭിനന്ദനങ്ങളും. അതിൽ എന്നെ കൊണ്ട് കഴിയാവുന്നത്രയും ഭാഗമാക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഒന്ന്, ഈ സൺഡേ ക്വാളിഫൈഡ് പ്രൈവറ്റ് ഹോമിയോപ്പതി അസോസിയേഷന്റെ ആനുവൽ സെമിനാർ നമ്മുടെ എറണാകുളത്ത് നടക്കുകയാണ്. എറണാകുളത്ത് സൗത്ത് റീജൻസിയിലാണ്. പറ്റാവുന്ന ആൾക്കാർ നമുക്ക് അതൊന്ന് പങ്കെടുക്കുക. കാരണം ഡോക്ടർ ഷൈബുരാജ് ആണ് ഏറ്റവും സീനിയർ ഡോക്ടേഴ്സിൽ ഒരാള്, പ്രൈവറ്റ് ഡോക്ടറാണ്. പിന്നെ 4 സീനിയേഴ്സ് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നമുക്ക് നമ്മുടെ എല്ലാ ഡൗട്ടുകളും, ഒന്ന് ADHD കുറിച്ച്, ഒന്ന് റെസ്പിറേറ്ററി, ഒന്ന് ഡയബറ്റീസ്, ഒന്ന് പിന്നെ ഇന്റേണൽ മെഡിസിൻ, 4 സീനിയർ ഡോക്ടേഴ്സ് വിത്ത് എക്സ്പീരിയൻസ് ഓഫ് ഓരോരുത്തർക്കും ഓരോ 30 കൊല്ലം മുതൽ 15 കൊല്ലം മുതൽ 30 കൊല്ലം വരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 4 ഡോക്ടേഴ്സ് ഒരുമിച്ചിരുന്ന് നമുക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും എന്ത് സംശയങ്ങളും ക്ലിയർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു കോൺക്ലേവ് പോലെയുള്ള വളരെ റെയർ ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. സൺഡേ 9:30 to 5 ഹോട്ടൽ സൗത്ത് റീജൻസിയിൽ. അപ്പൊ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അറ്റൻഡ് ചെയ്യാം. രണ്ടാമത്തത്, നമ്മുടെ പോപ്പ് ദിവംഗതനായി. അതിന് നമ്മളുടെ ഒരു എന്തെന്നാ പറയാ, ഒരു ദുഃഖം. കാരണം നമ്മൾ ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മുടെ ഇടയിൽ നിന്ന് പോയി. അതിന് ഏറ്റവും വലിയ ദുഃഖം കൂടിയും ആചരിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു വാക്കുകൾ തുടങ്ങുകയാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ കാര്യങ്ങൾ, ഹോമിയോപ്പതിയും ഡയറ്റും, നമ്മളുടെ മെഡിസിൻ എങ്ങനെ ഡയറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നു, വെയിറ്റ് ലോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു, കുറെ കാര്യങ്ങളായിട്ട് പറഞ്ഞു. അതിന്റെ തുടർച്ച എന്നോണം ഞാനത് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പല മെഡിസിൻസും ന്യൂട്രീഷൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള കണക്ഷൻസ്, ഇപ്പൊ പല കാര്യത്തിലും ഇപ്പൊ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്തു എന്ന് മാത്രം. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മെഡിസിൻസിനും ഓരോ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് എങ്ങനെ നമ്മുടെ ഒബേസിറ്റി അല്ലെങ്കിൽ നമ്മളുടെ മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്റിന് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഹോമിയോപ്പതിക്ക് ഏതൊക്കെ മെഡിസിൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നാട്രമ്യൂർ മുതൽ ഫെറമെറ്റ്, ആൽഫാൽഫ, സ്പിരുലിന, സ്റ്റെർക്കൂലിയ, ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എംപെലിക് ഒഫിഷ്യനാൽസ്, ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ അത് ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിലോട്ട് പറയുന്നില്ല. യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്ലൈഡ് വേണമെന്ന് പറയണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാവുന്നുള്ളൂ. ഇതിലൊന്നും ഒരു സീക്രട്ടോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സ്ലൈഡ് വേണമെങ്കിൽ
എന്നെ നേരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്ലൈഡായിട്ട് തന്നെ അയച്ചു തരാം. ലൈക്കോപോഡിയം എങ്ങനെയാണ് നമ്മുടെ ഹോമിയോപ്പതിയും ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇനി ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ പലതരത്തിൽ. അമോണിയം കാർബ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി ഇതും കാല് സൂക്ഷിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒബേസിറ്റിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യന്റ്, ഒബേസ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ടോ നമുക്ക് അമോണിയം കാർബ് ചിന്തിക്കാം. കാൽക്കേരിയ കാർബ്, ഇതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല അസുഖങ്ങളായിട്ട് നമ്മളെ അടുത്ത് എത്താറുണ്ട് ഇല്ലേ? നമ്മളുടെ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. നമ്മൾ ഡയറക്റ്റ് ഡിസീസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പോവാണ്. നമ്മളുടെ മെഡിസിൻസ് നമ്മൾ പല മെഡിസിൻസും നമ്മൾ കൊടുക്കും. റവോൾഫിയ കൊടുക്കും, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നു. അതിന്റെ കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ അവരുടെ ഡയറ്റിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ മെഡിസിൻസിന്റെയും ഡയറ്റിന്റെയും അവരുടെ എൻവയോൺമെന്റും ഇതൊക്കെ വെച്ചിട്ട്, ഹനുമാൻ പറഞ്ഞ പോലെ എൻവയോൺമെന്റ്, ഫുഡ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മളുടെ റിസൾട്ട്സ് മച്ച് ഫാസ്റ്റർ ആണ്. കാരണം നമ്മുടെയൊക്കെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പല കാര്യങ്ങളും മാനേജ്മെന്റിലുള്ള മിസ്റ്റേക്സ് മാത്രമാണ്. നമ്മുടെ മെഡിസിൻസ് എക്സ്പേർട്സ് ആയിരിക്കും. നമ്മളും അലോപ്പതിയിലും തമ്മിലുള്ള ഒരു അലോപ്പതിക്കാർക്കുള്ള ഒരു വെയിറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാനേജ്മെന്റ് ഓഫ് ഡിസീസസ്, അല്ലാതെ മെഡിസിൻ അല്ല അവരുടെ ഇമ്പോർട്ടൻസ്. മാനേജ്മെന്റ് ഓഫ് ഒരു ഡിസീസസിൽ അവർ ജനറൽ മെഡിസിൻസ് മുതൽ ഏതെടുത്താലും അതിന്റെ മാനേജ്മെന്റിലാണ് അവരുടെ സ്കിൽ ഇരിക്കുന്നത്. ഡയറ്റും എല്ലാം. ഒരു പേഷ്യന്റ് ചെന്നു, അപ്പൊ അവര് പറയും ഹൈപ്പർ ടെൻഷൻ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർ അതിന് മരുന്ന് കുറിച്ചിട്ട് പറയും നിങ്ങൾ ന്യൂട്രീഷനിസ്റ്റിനെ കൂടി ഒന്ന് കണ്ടിട്ട് പോക്കോ, അപ്പൊ അതിന് പറ്റുന്ന ഡയറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിയോതെറാപ്പിനെ കൂടി ഒന്ന് കണ്ടിട്ട് പോക്കോ. അപ്പോൾ വല്ല കൈവേദന ഉണ്ടെങ്കിൽ നേരെ ഫിസിയോതെറാപ്പിക്കും കൊടുക്കും, മരുന്നും കൊടുക്കും. അപ്പൊ അതൊരു മാനേജ്മെന്റ് ആണ്, അതൊരു കമ്പൈൻഡ് എഫേർട്ടാണ്. അപ്പൊ നമ്മളത് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് ഒരു ഹൈപ്പർ ടെൻഷൻ കേസിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട ഏറ്റവും കാര്യങ്ങൾ ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറ്റാണ്. അതിന്റെ അർത്ഥം തന്നെ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഒരു ഡയറ്റിന്റെ പേര് തന്നെ അതിലോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ എത്ര ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഡയറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ള. ഓക്കെ, അപ്പൊ ഡാഷ് ഡയറ്റിൽ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. അതിൽ പറയണത് എന്താ വെച്ചാല് ഫ്രൂട്ട്സ് കഴിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇത് ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ ഇതിന്റെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാ. ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള, അതായത് ഫുൾ ഇത് കഴിക്കാൻ പറയാം. ലീൻ മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ തൊലിയില്ലാത്ത ചിക്കൻ ആണെങ്കിൽ തന്നെ തൊലിയില്ലാത്ത ചിക്കൻ കഴിക്കും. അതുപോലെ നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുന്നില്ല, ഇറച്ചി കഴിക്കരുത് എന്നല്ല, ഇറച്ചി കഴിക്കുമ്പോൾ ഈ കൊഴുപ്പില്ലാതെ പോർക്കൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. പോർക്കൊക്കെ കഴിക്കുമ്പോൾ ഈ ഫാറ്റ് കളഞ്ഞിട്ട് ആ മീറ്റ് മാത്രം എടുക്കാം. അതുപോലെ ബ്രസ്റ്റ് മീറ്റ്, അങ്ങനെ കൂടുതൽ കൊഴുപ്പില്ലാത്തത് അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്ന് തന്നെ കൊഴുപ്പ് നല്ലോണം കളഞ്ഞ് ആ മീറ്റ് മാത്രം എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. സോൾട്ട്, റെഡ് മീറ്റ് കുറയ്ക്കുക. ഈവൻ ചിക്കൻ നമുക്ക് കഴിക്കാം, അതുപോലെ മറ്റേ മട്ടൻ. ഓക്കെ, ഷുഗറും കുറയ്ക്കുക, ഫാറ്റും കുറയ്ക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ലീൻ മീറ്റ്. കാരണം ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, കാരണം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ അല്ലെങ്കിൽ തന്നെ സൈക്കോളജിക്കലി ഡിപ്രസ്ഡ് ആവും. അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അങ്ങനെ കഴിക്കരുത്, ഇങ്ങനെ കഴിക്കരുത്. എന്റെ ഇതിൽ ഞാൻ പറയുന്നത് എല്ലാം കഴിക്കുക, പക്ഷെ അവർക്ക് സൂട്ട് ചെയ്യണ പോലെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളുടെ മെഡിസിനും നന്നാവും, നമ്മളുടെ ഡയറ്റും കൂടി ആവുമ്പോൾ ഏത് അസുഖങ്ങളാണെങ്കിലും പെട്ടെന്ന് മാറാൻ പറ്റും. വെയിറ്റ് ലോസ് ഡയറ്റ് അല്ല ഇത്. ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ബാക്കി ഒബേസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഒബേസിറ്റി കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഡാഷ് ഡയറ്റിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ
നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കീറ്റോ ഡയറ്റ്, ആ ഡയറ്റ്, ഈ ഡയറ്റ്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ എല്ലാ ഡയറ്റിന്റെയും മിക്സ് എടുത്തിട്ട് ഓരോ അസുഖത്തിനും, മിക്കവാറും ഇത് പറയുന്നത് ഹൈപ്പർ ടെൻഷനാണ്, ഇപ്പൊ എല്ലാത്തിന്റെയും ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. അതിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ: സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക, റെഡ് മീറ്റ് കുറച്ച് കുറയ്ക്കുക, ഷുഗേഴ്സ്, ആഡഡ് ഷുഗർ, അതായത് ഈ ക്രീംസ്, അങ്ങനെയുള്ളത്, ഫാറ്റ് ക്രീംസ്. ഇതിൽ പറയണത് തന്നെ ഉണ്ട്, 5 സർവിങ് വെജിറ്റബിൾസ് കഴിക്കാം, 5 സർവിങ് ഫ്രൂട്ട്സ് കഴിക്കാം, 7 സർവിങ് ഓഫ് ഹെൽത്തി കാർബ്സ് ലൈക്ക് ഹോൾ ഗ്രെയിൻ, 2 ലോ ഫാറ്റ് ഡയറി പ്രൊഡക്ട്സ്. അപ്പൊ ഒരു ഡയബറ്റിക് ആണെന്ന് വെച്ചിട്ട് ഒന്നും കഴിക്കാതിരിക്കാന്നല്ല, എല്ലാം കഴിക്കുക. പക്ഷെ നമുക്ക് മനസ്സിനിണങ്ങിയത് എല്ലാം കഴിക്കാം, പക്ഷെ അത് കഴിക്കേണ്ട വിധം മാത്രം മാറ്റി കൊടുക്കുക. അപ്പൊ അയാളും ഹാപ്പി, മനസ്സിന് സുഖം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും BP അതോടുകൂടി കുറയും. ഡയറ്റ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും. അതിന്റെ കൂടെ ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂടി ചെന്ന് കഴിഞ്ഞാൽ BP കുറയും. പ്ലസ് നമ്മളുടെ മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കുറയ്ക്കും. ലീൻ മീറ്റ്സ്, ഇതാണ് ഈ ഡാഷ് ഡയറ്റ് എന്ന് പറയുന്ന ഹൈപ്പർ ടെൻഷന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ്. ഓക്കെ ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ബേസിക്കലായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ ഒബേസിറ്റി. ഒബേസിറ്റിക്കാരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ലോകത്ത് ഇപ്പൊ എല്ലാം ഒബേസിറ്റിക്കാരാണ്. ഓക്കെ, അതിനോട്ട് വരുന്നതിന് മുമ്പ് കാർഡിയാക് ഡയറ്റ്, നമ്മുടെ കാർഡിയാക് കംപ്ലൈൻസ്, ഹൈപ്പർ ടെൻഷന്റെ ഒരെണ്ണം ഞാൻ പറഞ്ഞു. അതല്ലാതെ നമുക്ക് വരുന്ന കുറെ കേസുകളുണ്ട്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് കാർഡിയാക്. നമ്മളുടെ അതിന് ഇഷ്ടം പോലെ മരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത്. അതിൽ മാത്രമാണ് നമ്മളുടെ ഹോമിയോപ്പതിക്കാരുടെ ഒരു വീക്ക്നെസ് വരുന്നിട്ടുള്ളത്. കാരണം എനിക്കറിയാം, നമ്മുടെ എറണാകുളത്ത് തന്നെ 35 ബെഡ് 40 ബെഡ് നടത്തിയിരുന്ന ഒരു ലേഡി ഡോക്ടർ കണ്ടിട്ട്, ജിൻസി മാഡം മരിച്ചുപോയി. പക്ഷെ ഏതൊരു ഡോക്ടറിന്റെയും ഒരു ഡ്രീമായിരുന്നു. ഞങ്ങളുടെയൊക്കെ തുടക്കത്തില് അതൊരു ഡ്രീമായിരുന്നു. ജിൻസി ദേവസി എന്ന് പറഞ്ഞിട്ട് ഒരു 40 ബെഡ് ഹോസ്പിറ്റല് ഒറ്റയ്ക്ക് നടത്തിയ ഒരു ലേഡി ഡോക്ടറാണ്. അതൊക്കെയാണ് നമ്മളുടെ ഒരു ഇൻസ്പിറേഷൻ. അവിടെ കാർഡിയാക് കേസസ് ഉണ്ട്, സ്ട്രോക്സ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നടത്തി നമ്മളുടെ മുമ്പിൽ വെച്ച് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് നമുക്കിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം? കാർഡിയാക് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ഹെൽത്തി ഡയറ്റ്, ഫോക്കസ് ഓൺ റെഡ്യൂസിങ് റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസസ് ബൈ ഇൻകോപ്പറേറ്റിംഗ് ഫുഡ്, ലോ സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും കുറയ്ക്കുക എന്നുള്ളതാണ്. ബിസ്ക്കറ്റ്സ് ഒക്കെ കുറയ്ക്കുക. ബിസ്ക്കറ്റ്സിലൊക്കെ വരുന്നത് ട്രാൻസ് ഫാറ്റ് ഉണ്ട്. ട്രാൻസ് ഫാറ്റ് കുറഞ്ഞിട്ടുള്ള ഫുഡുകൾ, അവിടെ നട്ട്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. കൊളസ്ട്രോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക, സോഡിയം കുറയ്ക്കുക എന്നുള്ളത്, ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഞാൻ ഡീറ്റെയിലിംഗ് ഞാൻ തരാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻ. ഹോൾ ഗ്രെയിനിന് എല്ലാ ഡയറ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹോൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഫുൾ വീറ്റ് ആണെങ്കിൽ ഫുൾ വീറ്റ്, അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ് ആണെങ്കിലും ആ വീറ്റ് മാത്രം. ദിസ് ഡയറ്റ് ഹെൽപ്സ് അങ്ങനെ കൊളസ്ട്രോൾ ലെവൽസും അങ്ങനെ ബ്ലഡ് പ്രഷർ, അതിന്റെ കൂടെ ഡാഷ് ഡയറ്റും കൂടി ആഡ് ചെയ്യുക. ഈ കാർഡിയാക് കേസസിൽ ഒരുവിധം എല്ലാ കേസുകളും ഈ നമ്മളുടെ മെഡിസിൻസ് എല്ലാം നമുക്ക് പറയണം. മെഡിസിൻസ് ഇഷ്ടം പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഏത് മെഡിസിൻ ആണെങ്കിലും കാർഡിയാക് കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡയറ്റും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സാധാരണ ഞാൻ ഒരു 2 ദിവസത്തെ ഒരു എക്സാമ്പിൾ ഡയറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 2 ദിവസത്തെ എക്സാമ്പിൾ ഡയറ്റ് ഇട്ടിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കാൻ പറ്റും? ഓട്സ് കഴിക്കാം, സ്ലൈസസ് ഓഫ് ഓട്സ് ബ്രെഡ്, ഓട്ട് ബ്രെഡ് അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് നമുക്ക് കഴിക്കാം. അവക്കാഡോ ഇപ്പോ ഈസിലി അവൈലബിൾ ആണ്, മാർക്കറ്റിൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അവക്കാഡോ കഴിക്കാം. ഞാൻ ഒരു ദിവസത്തെ കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ആണ് പറയുന്നത്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പോലെ കലോറി വാല്യൂ നോക്കിയിട്ട് നമുക്ക് സോൾട്ട് കണ്ടന്റ് കുറച്ചിട്ടുള്ള ഡയറ്റ് നമുക്ക് കൊടുക്കാം. ബോയിൽഡ് എഗ്, അപ്പോൾ ബോയിൽഡ് എഗ് കഴിക്കാം, പ്രോട്ടീൻ റിച്ച് ആണ്.
അതിന്റെ കൂടെ അവക്കാഡോ. അപ്പൊ ലൈറ്റും ആണ് എന്നാൽ ഫ്രൂട്ടും ആണ് എല്ലാം അങ്ങനെയുള്ളതാണ് ഒരു ബ്രേക്ക്. പിന്നെ ഒരു രാവിലെ ഒരു 8-9 മണിക്ക് കഴിച്ചാൽ ഒരു 11-11:30 മണിക്ക് അവർക്ക് കഴിക്കാൻ പറ്റുന്നത് ഒരു ആപ്പിൾ കഴിക്കും. അപ്പൊ ആപ്പിളിലുള്ള മിനറൽസും പ്രോട്ടീൻസും ഇതൊക്കെ നമ്മുടെ കയ്യിൽ വരും. കാർബോഹൈഡ്രേറ്റും ഉണ്ടാവും. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ആപ്പിൾ. അപ്പൊ അയാളുടെ ഫുള്ളും ആയി, അയാൾക്ക് അസുഖക്കാരനും അല്ല. പിന്നെ ഉള്ളത് ലഞ്ചാണ്. ലഞ്ചിൽ ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ സാലഡ് വിത്ത് മിക്സ്ഡ് ഗ്രീൻസ്, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് വരികയാണ്. അല്ലെങ്കിൽ നമ്മുടെ പറച്ചിൽ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ കഷ്ണം കോഴിയും കുറച്ച് പച്ചക്കറിയും മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇത് തന്നെയാണ് മലയാളത്തിൽ പറയണത്. പറയുമ്പോൾ വലിയ വലിയ ഡയലോഗുകൾ അടിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. ചെറി ടൊമാറ്റോ എന്ന് പറയും, നമ്മുടെ മണിത്തക്കാളി, ചെറിയ ചെറിയ തക്കാളി, അത് ഏറ്റവും നല്ലൊരു ഇതാണ്. പിന്നെ കുക്കുംബർ, ഇതൊക്കെ നമ്മുടെ പറമ്പിലും ഇതൊക്കെ മണിത്തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കിട്ടുന്നു. ഓക്കെ. പിന്നെ ഉള്ളത് സ്നാക്സ്. സ്നാക്സിൽ എന്താണ്? ഉപ്പിടാത്ത നട്ട്സ്, അതൊരു ദിവസം വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ മാറി 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 നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഉപ്പിലിടാത്ത ആൽമണ്ട്സ്, വാൾനട്ട്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ കശുവണ്ടി അല്ലെങ്കിൽ കപ്പലണ്ടി, അങ്ങനെ എന്ത് വേണമെങ്കിലും നട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഉപയോഗിക്കാം. പിന്നെ ബേക്ക് സാൽമൺ, പൊരിക്കരുതെന്ന് മാത്രം, ബേക്ക് ചെയ്ത് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കറക്റ്റ്. ഇതിന്റെയൊക്കെ പ്രത്യേകത നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റിയും കൂടി ശ്രദ്ധിക്കാവുന്നതാണ്. വലിച്ചു വാരി കഴിക്കലല്ല ഡയറ്റ്, കഴിക്കാതെ ഇരിക്കലല്ല ഡയറ്റ്. ഭക്ഷണം കഴിക്കുക, പക്ഷെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി, ആവശ്യത്തിനുള്ള കലോറി കഴിക്കുക. ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത് ഒരിക്കലും. ഒരു നേരം പോലും സ്കിപ്പ് ചെയ്യരുത്. ഒരു നേരം സ്കിപ്പ് ചെയ്തിട്ട് വെയിറ്റും കുറയില്ല, അസുഖവും മാറില്ല. അതുകൊണ്ട് 3 നേരം, 4 നേരം, 5 നേരം, ഇതിപ്പോ 5 നേരമാണ് നമ്മുടെ ഭക്ഷണം. കുറേശ്ശെ ക്വാണ്ടിറ്റി. അപ്പൊ ക്വാണ്ടിറ്റി നമ്മൾ കറക്റ്റ് ആക്കുക, നല്ലതാണ്. ബ്രക്കോളി നല്ലതാണ്. ക്യുനോയ എന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു. ക്യുനോയ സീഡ്സ് ഒരു 1/2 കപ്പ് നമുക്ക് കഴിക്കാം. അപ്പൊ അതൊരു ദിവസം. രണ്ടാമത്തെ ദിവസം ഓട്ട് മീല്, കുറച്ച് ആൽമണ്ട് മിൽക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ബെറീസ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ബെറീസ്, അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി, അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. പൊരിക്കാത്ത വടയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. എണ്ണയിൽ പൊരിച്ചത് അല്ലാത്തത് നമുക്ക് ഒഴിവാക്കാം. സ്മോക്ക്ഡ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീം ചെയ്തത്, അതായത് പുഴുങ്ങിയത്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കാരറ്റ് സ്റ്റിക്സ്, ഹുമ്മൂസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഡയറ്റ് ഉണ്ട്. ഹുമ്മൂസ് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഹുമ്മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദി, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യൻ ഒരു സാധനമാണ് അത് കാരറ്റ് സ്റ്റിക്സ്, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ കാരറ്റ് നമുക്ക് കഴിക്കാം. കാരറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുക്കുംബറോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഒരു 11 മണിക്ക് അതിന്റെ കൂടെ വേണമെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ ലൈറ്റ് ജ്യൂസ് വിത്ത് ഷുഗറും കാര്യങ്ങളില്ലാതെ നമുക്ക് കഴിക്കാം. ഇതെല്ലാം നമ്മളുടെ മെഡിസിൻസിന്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഡയറ്റ് വരുന്നത്. കാരണം ഇപ്പൊ നമ്മളുടെ അടുത്ത് എല്ലാ തരത്തിലുള്ള പേഷ്യൻസും വരുന്നുണ്ട്. ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്, കാർഡിയാക് പേഷ്യൻസ് ഉണ്ട്, PCOD പേഷ്യൻസ് ഉണ്ട്, ഒബേസിറ്റിക്കുള്ള പേഷ്യൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പേഷ്യൻസ് വരുമ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ക്യാൻസർ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡോക്ടർ നമ്മളുടെ അവിടെ ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് ഡയറ്റ് ചാർട്ട് ചോദിച്ചിരുന്നു. ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരടുത്ത് അത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ആ ഡോക്ടർ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. ആ പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ നോക്കുക. ബാക്കിയൊക്കെ ഓരോരുത്തർക്കുടെ ടേസ്റ്റ് അനുസരിച്ച്. നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് നമ്മളുടെ നാവിന് ഇഷ്ടമുള്ള സാധനങ്ങളാണ്, അല്ലാതെ തിന്നാൻ പാടില്ലാത്ത സാധനങ്ങളല്ല ഡയറ്റിൽ വരുന്നത്. നമ്മളുടെ നാവിന് നമ്മളുടെ വീട്ടില് നമ്മളുടെ നാട്ടില് കിട്ടാവുന്ന ഫുഡ്, അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ കലോറി, അതാണ് നമ്മൾ ഇതായിട്ട് കൊടുക്കുന്നത്. പക്ഷെ അത് പല വിധത്തിലും പല തരത്തിലും ആക്കാം. മസാലയൊക്കെ കുറച്ച് ഒന്ന് അവർക്ക് വേണ്ടി സ്യൂറ്റബിൾ ആക്കി നമ്മൾ ഈ പിള്ളേരെ പറ്റിക്കണ പോലെ ഇവരെയും പറ്റിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ ടേസ്റ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. ട്യൂണ കൊടുക്കാം, മിക്സ്ഡ് വിത്ത് ഡൈസ്ഡ് സെലറി നമുക്കുള്ളതാണ്. അത് ഒന്ന് മുറിച്ചിട്ട് കുറച്ച് പെപ്പറും ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട്, ഈ ഗ്രീക്ക് യോഗേർട്ട്,
അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ബ്രെഡ്, കുറച്ച് ചോറ്, കുറച്ച് റൈസ്, അല്ലെങ്കിൽ കുറച്ച് 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 എല്ലാം. വൈകുന്നേരം 4 മണിക്ക് ചായയുടെ കൂടെ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഒരു പെയർ കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഫ്രൂട്ട് കൊടുക്കാം. അധികം സ്വീറ്റ് ഇല്ലാത്ത കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം. ഡിന്നർ ടോഫു ടോഫു ഇഷ്ടമുള്ളവർ ടോഫു കൊടുക്കുക, അല്ലെങ്കിൽ സോയാബീൻ കൊടുക്കുക, അല്ലെങ്കിൽ പനീർ കൊടുക്കുക. മിക്സ്ഡ് വെജിറ്റബിൾസ്, ബെൽ പെപ്പർ എന്ന് അറിയാലോ, കാപ്സിക്കം, അതിൽ പച്ച മഞ്ഞ ഇതൊക്കെയാണ്. സുക്കിനിയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടും. ബ്രൗൺ റൈസ്, നമ്മുടെ മട്ട റൈസ് ബ്രൗൺ കുറച്ച് 1/2 കപ്പ് കൊടുക്കുക. അത്യാവശ്യം വയറ് നിറയാനുള്ളത് കൊടുക്കുക. അപ്പൊ അത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇട്ടു എന്ന് മാത്രം. ഓക്കെ, ബാക്കി ഡയറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാർഡിയാക് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, സിമ്പിൾ. ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് ഞാൻ ഡയബറ്റിക് ഡയറ്റിന്റെ ഇതിട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഡയബറ്റിസ്, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ഹോൾ ഗ്രെയിൻസ് ലൈക്ക് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മട്ട അരി ഇതുള്ളത്, ക്യുനോവ ആൻഡ് ഹോൾ വീറ്റ് ഫ്ലോർ, അതായത് നമ്മളുടെ ഗോതമ്പിന്റെ പുള്ളി കൂടെ ഇപ്പൊ വരുന്നത്. നമ്മൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് നേരിട്ട് എടുക്കുക, അതൊന്ന് പൊടിപ്പിക്കുക, എന്നിട്ട് വീട്ടില് ഇത് കൊടുക്കുക, ചപ്പാത്തിയൊക്കെ ആക്കി കൊടുക്കുക എന്നുള്ള. പൾസസ്, ലെഗ്യൂംസ്, നോൺ സ്റ്റാർച്ച്, ഇതൊക്കെ ഡയബറ്റീസിന് നമ്മൾ ലീൻ പ്രോട്ടീൻ എപ്പോഴും ആവശ്യമുള്ളതാണ് ഡയബറ്റിക് ഡയറ്റ്. ഓക്കെ, ഹലോ സോറി, നോൺ സ്റ്റാർച്ച് കാണാമോ? എന്നെ കേൾക്കാമോ? ഹലോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്നെ കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം സാറേ, കാണാം. ഇതും കാണാമല്ലോ. ഓക്കെ. അതുപോലെ തന്നെ ഡയബറ്റിക്കിന് ഞാൻ ഒരു 1-2 ദിവസത്തെ ഡയറ്റ്, അത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, നിങ്ങളുടെ സൗകര്യം പോലെ ചേഞ്ച് ചെയ്യാം. ഓക്കെ. ഓട്ട് മീൽ എന്ന് പറയും, നമ്മുടെ ഓട്സ്, 1/2 കപ്പ് കുക്ക്ഡ് ഓട്സ്, അത് പാലിലോ വെള്ളത്തിലോ ഇട്ട് കൊടുക്കാം. സിന്നമോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പട്ട ഇട്ടിട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ആ സിന്നമോൺ ഇട്ടിട്ട് ഒരു ടേസ്റ്റിന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. വെറുതെ ഓട്സ് കൊടുക്കണേ നല്ല, അപ്പോൾ നമ്മൾ ഷുഗർ കയറ്റേണ്ടി വരും. അപ്പൊ അതിലും നല്ലത് ഈ സിന്നമോണും അല്ലെങ്കിൽ മറ്റേ ഇത് കൊടുക്കണം, ഒരു ടേസ്റ്റിന് വേണ്ടി കൊടുക്കാം. നട്ട്സ് ഒക്കെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ആവും. അപ്പോൾ ഡയബറ്റീസുകാരന് അവനൊരു രോഗിയാണെന്നുള്ള തോന്നലും വരില്ല, അവന് ഇഷ്ടമുള്ള ടേസ്റ്റിലുള്ള ഫുഡും കിട്ടും. ഉച്ചയ്ക്ക് സ്നാക്സ് ആയിട്ട് ഒരു ആപ്പിൾ കൊടുക്കാം, വലിയ ആപ്പിൾ അല്ല, ചെറിയൊരു ആപ്പിൾ. ലഞ്ചിന് ആപ്പിൾ എന്നല്ല, ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം. പക്ഷെ ഏറ്റവും കണ്ടമാനം ഫ്രൂട്ട്സ് കഴിക്കരുത്, കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ളതല്ല. ആപ്പിള്, പേര്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതുമാണ്, നല്ലതുമാണ്. ഗ്രിൽഡ് ചിക്കൻ വിത്ത് മിക്സ്ഡ് ഗ്രീൻസ്, അതായത് നമ്മുടെ ഒന്നില്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുക, അല്ലെങ്കിൽ തവ ഫ്രൈ ചെയ്യുക. മസാല ഒന്നും അധികം ഇടാതെ ഓയിൽ ഉപയോഗിക്കാതെ തവ ഫ്രൈ എന്ന് പറയും. നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. പൊരിക്കണതിന് പകരം തവയിലിട്ട് പൊരിക്കുക, ഓയിൽ ഉപയോഗിക്കാതെ. അപ്പൊ നമ്മുടെ മസാലയൊക്കെ പറ്റിയിട്ട് തവ ഫ്രൈ ചെയ്യാം. തവ ഫ്രൈ ഫിഷ് ചെയ്യാം, ചിക്കൻ എടുക്കാം, ഗ്രിൽഡ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് ഗ്രിൽഡ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സാലഡ്സ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം. ചെറി ടൊമാറ്റോ, കുക്കുംബർ, ഒലിവ് ഓയിൽ ഡ്രസ്സിങ്. ഒലിവ് ഓയിലാണ് ഇത് ബെസ്റ്റ് ആണ് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന്. അതിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ്, മസിൽ ബിൽഡിംഗ് ഒക്കെ ഒലിവ് ഓയിലിന് പറ്റും. ഇഷ്ടമുള്ളവർക്ക് ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ലെണ്ണയോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഓയിൽസിൽ ചെറിയ തോതിൽ ഇതൊന്ന് ഡ്രസ്സിങ് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും. ഒലിവ് ഓയിൽ ആണെങ്കിൽ എത്രയും നല്ലത്. കാരറ്റ് സ്റ്റിക്സും ബേക്ക്ഡ് ഫിഷ്, ഇത് തന്നെ. ഓക്കെ. ഡേ 2 ഗ്രീക്ക് യോഗട്ട്,
സ്വീറ്റൻ ചെയ്യാത്ത യോഗേർട്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ള ഡയറ്റ് നമ്മുടെ കേരള ഡയറ്റ് ദോശയൊക്കെ കഴിക്കാം. ദോശയൊക്കെ ഓയിൽ അധികം ഉപയോഗിക്കാതെ കഴിക്കാം. അതുപോലെ ബെറി, നമ്മുടെ എന്തെന്നാ പറയാ, ബ്ലൂബെറി, അങ്ങനെയുള്ള കുറെ ഫ്രൂട്ട്സ് പോലെ ബെറീസ് നല്ലതാണ്. ആൽമണ്ട്, സ്നാക്സിൽ ചായ അല്ലെങ്കിൽ മധുരമില്ലാത്ത ചായയുടെ കൂടെ ആൽമണ്ട്സ് കഴിക്കാം. അതൊന്നും പറ്റാത്തവർക്ക് കപ്പലണ്ടിയെങ്കിലും കഴിക്കാം. കപ്പലണ്ടിക്കൊന്നും വലിയ നമ്മുടെ നാട്ടിൽ ദൗർബല്യമൊന്നുമില്ല, എല്ലാവർക്കും അത് കഴിക്കാം. ഹോൾ ഗ്രെയിൻ റാപ്പ് വിത്ത് ടർക്കി എന്നൊക്കെ പറയുമ്പോൾ ടർക്കി ഒക്കെ കിട്ടില്ല, പക്ഷെ ചിക്കൻ ആക്കാം. ലെറ്റൂസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും കിട്ടും, ഷവർമ ഉള്ളതുകൊണ്ട് ലെറ്റൂസ് കിട്ടും, അവോക്കാഡോ കിട്ടും, സെലറി സ്റ്റിക്സ്, പീനട്ട് ബട്ടർ നല്ലതാണ് സ്നാക്സിൽ കഴിക്കാൻ. അതായത് പരട്ടിയൊക്കെ കഴിക്കാം, പീനട്ട് ബട്ടർ കഴിക്കാം. ഡിന്നർ നമുക്ക് എന്ത് വേണമെങ്കിലും, ചോറ് വേണമെങ്കിൽ ചോറ്, ബ്രൗൺ റൈസ് കഴിക്കാം. റൈസിൽ മറ്റേ ജയൊക്കെ കളഞ്ഞ പോളിഷ്ഡ് റൈസ് ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കാം. അതുപോലെ നമ്മുടെ ദാല്, മൂങ് ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ, നല്ലതാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് വെറൈറ്റി ആക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഡയറ്റ് കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പോളിസിസ്റ്റിക് ഓവറി അത് കുറച്ച് കൂടി എലാബറേറ്റഡ് ആയിട്ട് നമ്മൾ പോകണം. PCOS ഡയറ്റ്. കാരണം ഇന്ന് 99%, 99 എന്നല്ല പറയാ, ചിലപ്പോൾ ഒരു 60-70% പെൺകുട്ടികളിലെങ്കിലും കാണുന്ന ഒരെണ്ണമാണ് PCOS. ഞാൻ അതിലോട്ടൊന്നും പോണില്ല, ഞാൻ സ്റ്റിക്കിംഗ് ഓൺ ടു നമ്മളുടെ PCOS ഡയറ്റിലോട്ട് പോകാം. കാരണം നമ്മൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ PCOS മാറുമ്പോൾ മെഡിസിൻ്റെ റിസൾട്ട്സ് വരും, അതിൻ്റെ കൂടെ ഇത് വരും, എക്സസൈസ് വരും. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മളിപ്പോ ഒരു സെന്റർ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ക്ലിനിക്കിന്റെ മുകളിൽ തന്നെ പോളിസിസ്റ്റിക് ഓവറിക്ക്, ഒബേസിറ്റിക്ക് ഒക്കെ വെച്ചിട്ട് ന്യൂട്രീഷൻ വെച്ചിട്ടുണ്ട്, യോഗ വെച്ചിട്ടുണ്ട്, സുംബ വെച്ചിട്ടുണ്ട്, നമ്മളുടെ മെഡിസിനും നമ്മളുടെ ട്രീറ്റ്മെന്റും. അങ്ങനെ ഒരു സെന്റർ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ചിലപ്പോൾ അവർക്ക് ഓവർ വെയിറ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല, ബട്ട് PCOS സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് അബ്ഡോമിനൽ ഒബേസിറ്റി. അതായത് പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും വയറിലായിരിക്കും ഫാറ്റ് അക്കമുലേറ്റ് ചെയ്യുക. നമ്മൾ പറയും ഈ ഗുജറാത്തി ഞാനൊരു ഗുജറാത്തി ആയതുകൊണ്ട് ഗുജറാത്തി പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണ്ണം വെക്കുക അരയിലാണ്, തൊടഭാഗത്തും അരഭാഗത്തുമാണ് അവരുടെ ലോകത്തുള്ള എല്ലാ വെയിറ്റും വന്ന് അടിയണം. അതുവരെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് കാശ്മീരി. മലയാളി ബ്യൂട്ടിഫുൾ അല്ല എന്നല്ല, കാശ്മീരി പെൺകുട്ടികളും ഗുജറാത്തീസും നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീൻസിൽ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ലേഡീസ് ആണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പ്രസവം കഴിയുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ ഫാറ്റ് വന്ന് അക്കോമഡേറ്റ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. PCOSൽ എക്സസൈസ് ഇംപ്രൂവ് എൻഡോക്രൈൻ ഫീച്ചേഴ്സും അതൊക്കെ എല്ലാവർക്കും അറിയാം. ഫാറ്റ് ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ടു 30% ഓഫ് ടോട്ടൽ കലോറി വെയിറ്റ്. അതായത് നമ്മൾ കഴിക്കുന്ന കലോറി, അതായത് 1000, 1200, 1500 കലോറി വേണ്ട സ്ഥലത്ത് അതിന്റെ 30%, അതായത് 1500ന്റെ 450, 500 കിലോ കലോറി മാത്രമേ ഫാറ്റ് ഉണ്ടാവാൻ. അപ്പൊ അതാണ് കാൽക്കുലേഷൻ. അതായത് ഒരാൾക്ക് ഒരു പേഴ്സൺ 1500 കിലോ കലോറി ഒരു ദിവസം വേണമെങ്കിൽ 450 കിലോ കലോറി ഫാറ്റ് പാടുള്ളൂ, ബാക്കിയാണ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും വരുന്നത്. അപ്പൊ നമ്മൾ ഡയറ്റ് കൊടുക്കുമ്പോൾ ബേസിക് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇത്ര വേണം, അതിന് പറ്റുന്ന ഫാറ്റുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഫാറ്റ് വേണം, ഫാറ്റ് ഇല്ലാതെ പറ്റില്ല. ഫാറ്റ് 450 അല്ലെങ്കിൽ 400 യൂണിറ്റ് ആയിട്ട് കുറയ്ക്കും. അപ്പോൾ മൊത്തം നമ്മൾ വരുമ്പോൾ തന്നെ ഫാറ്റ് കുറയ്ക്കുന്നൊന്നുമല്ല. ഫാറ്റ് ഒന്നും കുറയ്ക്കാൻ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാക്കും. ഫാറ്റ് എപ്പോഴും നമുക്ക് വേണം, പക്ഷെ അതിനൊരു അളവുണ്ടാവും. കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്.
പിന്നെ ഡയറ്റും എക്സസൈസും. നമ്മൾ പറയും എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം PCOD. പക്ഷെ ഒരാൾക്ക് എപ്പോഴും നമ്മൾ പറയുന്ന എക്സസൈസും ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്നെ കൊണ്ട് പറ്റൂലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ അവരെ കേസ് എടുക്കുമ്പോഴും അവരെ കുറിച്ച് സംസാരിക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ എക്സസൈസ് ചെയ്യുക? ചിലപ്പോൾ വീട്ടിലിരുന്നിട്ട് മുസ്ലിം ഫാമിലിയിലാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പുറത്തു പോകാൻ മടിയായിരിക്കും. അപ്പൊ ഇതെങ്ങനെ എക്സസൈസ് ചെയ്യും? പിന്നെ ചിലർ ഫൈനാൻസ് ഉണ്ടാവില്ല. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ അവർക്ക് വേണ്ട ഒരു ഇതായിട്ട് നമ്മൾ ഇത് വെക്കും. അപ്പൊ വീട്ടിൽ സ്കിപ്പിംഗ് റോപ്പ്, അല്ലെങ്കിൽ നടക്കുക, ടെറസിന്റെ മുകളിൽ നടക്കുക, അല്ലെങ്കിൽ വീടിന്റെ മുമ്പിൽ ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നടക്കാൻ പറയാ. അപ്പൊ നമ്മളെല്ലാം സഫിസ്റ്റിക്കേറ്റഡ് ആക്കാതെ അവർക്ക് പറ്റുന്ന സിമ്പിൾ ലെവലിൽ ഡയറ്റും എക്സസൈസും കൊടുക്കുക എന്നുള്ളതാണ് PCOD ഡയറ്റിൽ ഏറ്റവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ PCODക്ക് നമ്മുടെ ബേസിക് സെലക്ഷൻ ഓഫ് മെഡിസിൻസിൽ എപ്പോഴും ഞാൻ ചെയ്യണത് നമ്മുടെ ഞാൻ ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഇൻസുലിനും കൂടി കൂട്ടും, അല്ലാന്നുണ്ടെങ്കിൽ പാൻക്രിയാറ്റിനും കൂട്ടും. അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആസിഡ് ഫോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിസിൻസ് എപ്പോഴും PCOD ട്രീറ്റ്മെന്റിൽ എന്തായാലും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു പാർട്ട് ഓഫ് PCOD ആണ്. അപ്പോ നമ്മൾ ട്രീറ്റ്മെന്റിൽ, കാരണം വെച്ചാല് മെറ്റ്ഫോർമിനാണ് PCOD ട്രീറ്റ്മെന്റിൽ ആദ്യമായിട്ട് അലോപ്പതിക്കാർ കൊടുക്കുന്ന മെഡിസിൻ. എന്തുകൊണ്ട്? അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനും ബാക്കിയുള്ള മെഡിസിൻസും ഓർഗൻ മെഡിസിൻസിലോട്ട് ഒന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ ഒരു ഭാഗമുണ്ട്. പക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത് ഒരു സ്ട്രേറ്റ് വേ പാത്തോളജിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റുമാണ് ഈ PCOS ട്രീറ്റ്മെന്റ്, PCOSന്റെ സിംറ്റംസ്. അപ്പൊ PCOSൽ ഈ ഒരു മെഡിസിൻ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ്, ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ മെഡിസിൻസും, ഫോളിക്കുലിനം മുതൽ എല്ലാ ഓവറിനം, ഫോളിക്കുലിനം, പിന്നെ അങ്ങനെയുള്ള കുറെ മെഡിസിൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ഞാൻ അതിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതൊരു പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു ഇതാണ്. ഹൈ ഫൈബർ ഫുഡായിട്ട് വരുന്നത് ഹോൾ ഗ്രെയിൻസ്, ബ്രൗൺ റൈസ്, ക്വിനോവ, ഓട്സ്, പിന്നെ ലെൻറ്റിൽസ്, ബീൻസ്, ലീഫി ഗ്രീൻസ്. ഇപ്പൊ ഇന്ന് സ്പൈനാഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ വീട്ടിൽ ഇടിയുണ്ടായല്ലോ. എന്റെ വൈഫിന് വേണ്ടത് പാലക്ക് എന്ന് പറയും. ഞങ്ങള് ഗുജറാത്തീസും ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന പാലക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പേര് എന്താന്ന് വെച്ചാൽ അതും സ്പൈനാച്ച് ആണ്, പാലക്കും സ്പൈനാച്ച്. അപ്പൊ ആ ഒരു ഡിഫറൻസ്, നമ്മളുടെ നാടൻ ചീര മുതൽ പാലക്ക് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന പാലക് പനീർ, പാലക് ഒരു നല്ല പച്ച കളറിൽ കിട്ടുന്ന പാലക്ക് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പാലക്ക് എന്ന് പറഞ്ഞ് കഴിക്കുന്നത് ചീരയാണ്, അതല്ല പാലക്ക്. അപ്പൊ ആ ഒരു ഇതില് ഇന്നലെ ഞാൻ എളുപ്പം പണിക്ക് വില കുറച്ച് സാധനം കിട്ടുമെന്ന് വെച്ച് മറ്റേത് ഇത് വാങ്ങി കൊടുത്തതാണ്. ഇത് നമ്മുടെ നാടൻ ചീര, പച്ചച്ചീര. സാധാരണ ബ്രൗൺ ചീരയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാറ്. ചീര എന്ന് പറയുമ്പോൾ ബ്രൗൺ ചീരയാണ്. പാലക്ക് എന്ന് പറയുമ്പോൾ പാലക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഈ നോർത്ത് ഇന്ത്യൻ ഗ്രീൻ വെജിറ്റബിൾസ് വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്സിലൊക്കെ കിട്ടും. അപ്പൊ ആ ഒരു ഡിഫറൻസ് എപ്പോഴും നോക്കണം. നിങ്ങൾ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് പാലക്കാണ്, മലയാളികൾക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ നാടൻ ചീരയാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമ്മൾ എപ്പോഴും ടേസ്റ്റിൽ നോക്കും. ബ്രക്കോളി എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന സാധനമല്ല, കോസ്റ്റ്ലി സാധനമാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ബ്രക്കോളിയുടെ റീപ്ലേസ്മെന്റിന് നമ്മുടെ കോളിഫ്ലവർ ആക്കരുത്. മനസ്സിലായി? കോളിഫ്ലവറിന്റെ ടേസ്റ്റ് ആണ്. കോളിഫ്ലവർ ഉപയോഗിക്കാൻ നമുക്ക് ചിയ സീഡ്സ് നല്ലതാണ്, ഫ്ലാക്സ് സീഡ്സ് നല്ലതാണ്. ബ്രക്കോളി ഈസ് മച്ച് 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 ബെറ്റർ ദാൻ കോളിഫ്ലവർ. അതിന്റെ ന്യൂട്രിയൻ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര. ലീൻ പ്രോട്ടീൻസ്, ഫിഷ്, ടോഫു, സ്കിൻലെസ് പോൾട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ, നമ്മുടെ ചെറിയൊരു ചിക്കൻ കിട്ടും. ഏതാണ്? ലഗൂണോ അതെന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അത് നല്ലതാണ്, പക്ഷെ സ്കിൻലെസ് ആവണമെന്ന് മാത്രം. ഓക്കെ.
പിന്നെ ഹെൽത്തി ഫാറ്റ്സ്, അവക്കാഡോ, നട്ട്സ്, ആൽമണ്ട്, വാൾനട്ട്സ്, സീഡ്സ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ് ഒക്കെ ഇപ്പൊ എപ്പോഴും കിട്ടും. ഒലിവ് ഓയിലാണ് PCOSകാർക്ക് എപ്പോഴും നല്ലത്. ഒലിവ് ഓയിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇൻടേക്കിന് പറ്റില്ല, പക്ഷെ ഒലിവ് ഓയിൽ യു കൻ കൺസ്യൂം. ഒലിവ് ഓയിലിന്റെ ചെറിയ പ്രശ്നത്തിൽ അതിൽ കുറച്ച് ഫാറ്റ് കൂടുതലാണ്, ഫാക്ടറി ആണെങ്കിലും പക്ഷെ ഈസി അബ്സോർബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് വയറും നിറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കില്ല. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ്, കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോസ് PCODക്ക് കൊടുക്കാം. കളർഫുൾ ഫ്രൂട്ട്സ് ആണ് PCODക്ക് ഏറ്റവും ഉപയോഗിക്കേണ്ടത്. എല്ലാം കളറുള്ള സാധനങ്ങൾ, ബെൽ ഇത് നമ്മുടെ കാപ്സിക്കം, പിന്നെ മഞ്ഞ മുളക്. നിങ്ങൾ ഈ ഡയറ്റും നമ്മുടെ മെഡിസിനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ, കളർഫുൾ ഫ്രൂട്ട്സ്. അതിൽ നമുക്ക് കാപ്സിക്കം ഏറ്റവും ആദ്യം കിട്ടുന്ന കളർഫുൾ, ചീര, ഇതൊക്കെ ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. കാപ്സിക്കം നമുക്ക് ഇതിൽ മെഡിസിൻ ആയിട്ടും കൂടി ഉപയോഗിക്കാം. ഏതില്? PCOS ട്രീറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ആ ഡയറ്റും ഇതും കണക്ട് ചെയ്യുമ്പോൾ കാപ്സിക്കം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സ്പിരുലിന നല്ലതാണ്. ഏത് ഗ്രീൻസും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, ഹോൾ ഗ്രെയിൻ. പിന്നെ പാസ്ത, ചിലവർക്ക് ഇറ്റാലിയൻ കഴിക്കണം തോന്നും. ചിലർക്ക് പിള്ളേർക്ക്, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ ഇപ്പൊ വെറൈറ്റി യൂട്യൂബിൽ നോക്കിയിട്ടാണ്. അപ്പൊ ഹോൾ ഗ്രെയിൻ പാസ്ത എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളുടെ അരി അല്ലെങ്കിൽ ഗോതമ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഫുൾ ഗ്രെയിൻ ആയിട്ട് ചെയ്യുന്ന പാസ്ത. അതാ പറയണത്, നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത് വെട്ടൊന്ന് മുറി രണ്ടല്ല. നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് പറ്റുന്നത്, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കലോറി വാല്യൂ നോക്കിയിട്ട് മാറ്റി കൊടുക്കുക. അതാണ് നമ്മുടെ ഒരു ആർട്ട്. സ്പൈസസ്, ടേമറിക്, സിനമോൺ. നമ്മുടെ ടേമറിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾ, ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണ്. ഹെർബൽ ടീസ്, ഗ്രീൻ ടീ, ഇതൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ് ഗ്രീൻ ടീ ഒക്കെ. പക്ഷെ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഗ്രീൻ ടീയിൽ കുറച്ച് ഹണി ഇട്ട് കൊടുക്കുക ഇഷ്ടമുള്ളവർ. പ്ലാന്റ് ബേസ്ഡ് മിൽക്സ്, ആൽമണ്ട് മിൽക്ക്, സോയ മിൽക്ക്. ഓക്കെ, നമ്മൾ PCODയിൽ റെസ്ട്രിക്ട് ചെയ്യേണ്ട കുറച്ച് ഡയറ്റ്സ് ഉണ്ട്. പ്രോസസ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്സ്, ഫ്രൈഡ്. ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു പ്രശ്നം. ഫാസ്റ്റ് ഫുഡ്സ് എന്ന് പറയുന്നത് പ്രോസസ്ഡ് ആയിട്ട് വരുന്ന ഫുഡാണ് ഞാൻ പറയുള്ളൂ. ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ജങ്ക് ഫുഡായിട്ട്, ബർഗേഴ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കാം, പാസ്ത നമുക്ക് വീട്ടിലുണ്ടാക്കാം, ചിക്കൻ എന്താ പറയാ, പലതരത്തിൽ. ഇപ്പൊ കഫേസിൽ പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇന്നലെ ഒരെണ്ണം നോക്കി, എന്താ പറയാ, ഗ്രിൽഡ് വീറ്റ് ചിക്കൻ. വാവ്, വൺ ഓഫ് ദ ബെസ്റ്റ്. ഇത് ഞാൻ ഇന്നലെ കഴിച്ചതാണ്. ബ്രെഡ്, വീറ്റ് ബ്രെഡ്, അത് ഗ്രിൽ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ഫുൾ പീസ്, അതായത് ഒരു നല്ലൊരു വലിയ പീസ് ചിക്കൻ വിത്ത് ലെറ്റൂസും ചെറിയൊരു മസാല. ബ്യൂട്ടിഫുൾ, യമ്മി. അതും നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പൊ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളുന്നതല്ല ഫാസ്റ്റ് ഫുഡ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് ഫ്രൈഡ് ഐറ്റംസ്, കേക്ക്സ്, പേസ്ട്രീസ് ഒക്കെ റിച്ച് ഇൻ ഫാറ്റം. അതിലുപയോഗിക്കുന്ന ഇത് കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടും അത് റെസ്ട്രിക്ട് ചെയ്യാന്നുള്ള. ഫാറ്റ്സ്, പാക്കേജ്ഡ് ഫുഡ്സ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റ് ബ്രെഡ്, അതായത് നമ്മുടെ വൈറ്റ് മൈദയുടെ റിഫൈൻഡ് ഫ്ലോർസ് എന്ന് പറഞ്ഞാൽ മൈദയൊക്കെ വെച്ചിട്ടുള്ള ഫ്ലോർസ് ഒക്കെ ഉള്ളത് ഉപയോഗിക്കാം. അതുപോലെ പോളിഷ് ചെയ്തിട്ടുള്ള ഗ്രെയിൻസ്, ദാലൊക്കെ പോളിഷ് ചെയ്യാത്തത് കിട്ടും. ദാറ്റ് ഈസ് ഗുഡ്. ഹൈ ഷുഗർ ഫ്രൂട്ട്സ്, ഹൈ ഷുഗർ, മറ്റേ കോക്സിലും അതിലൊക്കെ വരുന്ന ഹൈ. അപ്പൊ ഷുഗർലെസ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കുമല്ലോ, എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. റെഡ് മീറ്റ്, ഡയറി പ്രൊഡക്ട്സ്, ഓക്കെ, കുറെയൊക്കെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാം. 1-2 ദിവസത്തെ ഒരു ഡയറ്റ്സിന്റെ പ്ലാൻ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ കലോറി വെച്ചിട്ട് നിങ്ങൾ ചെയ്യും. ഞാൻ ഒരെണ്ണം സാമ്പിൾ ഇട്ടു. ഓട്ട്മീലും
ബ്രെഡ് ഉപയോഗിക്കാം, നമ്മുടെ റൈസ് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിച്ചു. ഞാൻ ഒരു ഹൈ എൻഡ് ന്യൂ ജനറേഷന്റെ ഒരു ചെറിയ ഇതിലുള്ള ഒരു ദിവസത്തെ ഡയറ്റ് ചാർട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം സിറ്റി ലൈഫ് ആകുമ്പോൾ നമുക്ക് കൂടുതലും അതുണ്ട്. അതുകൊണ്ട് കുറച്ച് അങ്ങനെ ഒന്ന് കേട്ടിട്ടു എന്ന് മാത്രം. എവറിത്തിങ് ഇസ് ഫൈൻ ആസ് ലോങ് as നമ്മൾ കലോറി വാല്യൂ നോക്കുക, എന്റെ വായിലുള്ള ടേസ്റ്റ് നോക്കുക, പ്രോസസ്ഡ് ആണോ നോക്കുക. ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ നോക്കുക. എന്നിട്ട് വേണം അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ എവിടുന്നോ കിട്ടി അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കരുത്. സ്ലൈസ്ഡ് കുക്കുംബർ സ്നാക്സിൽ കാരറ്റ്സ് വിത്ത് ഹമൂസ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഹമൂസ് ഞാൻ എഴുതിയെന്ന് മാത്രം. അതിന് പകരം നമുക്ക് എന്തെങ്കിലും സോസോ അല്ലെങ്കിൽ നമ്മുടെ പിക്കിളോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. ബേക്ക്ഡ് സാൽമൺ എന്ന് എഴുതിയിട്ടുണ്ട്, അതിന് പകരം വേറെ ഫിഷ് ആവാം, എന്ത് ഫിഷ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. ലഞ്ച് റൈസ് ചെറി ടൊമാറ്റോ എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ടൊമാറ്റോനേക്കാളും റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസും അതിന്റെ ഇതുമാണ്. മറ്റേ ടൊമാറ്റോയുടെ കല്ല് അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. ഗ്രിൽഡ് ചിക്കൻ, രണ്ടാമത്തെ ദിവസം സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് സ്പൈനാഷ്. നമുക്ക് കഴിക്കാനുള്ള ടേസ്റ്റിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഇതാണ് ബേസിക് നോക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക, പ്ലസ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ട് വരുന്ന എന്ത് ഭക്ഷണങ്ങൾ കൊടുക്കുക. ഇൻസുലിൻ ഷുഗർ വരാത്ത ഇത് കൊടുക്കുക. അതുകൊണ്ട് ഫ്രൂട്ട്സ് കുറച്ച് കുറയ്ക്കുക, പ്ലസ് ബ്രക്കോളി അങ്ങനെയുള്ള ലീഫി വെജിറ്റബിൾസ്, കളേർഡ് വെജിറ്റബിൾസ്, ക്യാപ്സിക്കംസ് സാലഡ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ പയറ് മുളപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡയറ്റ് കൊടുക്കുക. ഇത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോളിസിസ്റ്റിക് ഓവറി പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ മെഡിസിൻ കൊടുത്തു വിടാതെ അതിന്റെ കൂടെ അവർക്ക് പറ്റുന്ന എക്സസൈസ് നമ്മളിപ്പോ ഇതാണ് നമുക്കിപ്പോ എല്ലാം ഹൈടെക് ആയതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ PCOD ഡയറ്റ്സ് പോലെ PCODക്കാർക്ക് പറ്റുന്ന എക്സസൈസ് യൂട്യൂബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് കിട്ടും. ഒന്നില്ലെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അടുത്തുള്ള എവിടെയെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ജുംബ സെന്ററോ യോഗ സെന്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജിം സെന്റേഴ്സ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെന്നുള്ളത്, നടക്കുക. ഇതിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. അവരിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ആ പേഷ്യന്റ് ആയിട്ട് റാപ്പ് കിട്ടുമ്പോൾ നമ്മൾ അവരെ മോണിറ്റർ ചെയ്യണമെന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. വെബ്സൈറ്റ്സിൽ ഹെൽത്തിഫൈ മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്, പല വെബ്സൈറ്റ്സിലും അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ വാങ്ങിയാലും അത് കറക്റ്റായിട്ട് ഡെയിലി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ ന്യൂട്രീഷനിസ്റ്റ് നമ്മളെ വിളിക്കും, അത് ഫോളോ ചെയ്യും. ഇങ്ങനെ ആക്കുന്ന പറയും, അങ്ങനെ ആക്കുന്ന പറയും. ഈ സഫിസ്റ്റിക്കേഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ആ പേഷ്യൻസ് ആയിട്ട് കൂടുതൽ നമ്മൾ മോണിറ്റർ ചെയ്യണം അവരുടെ ഡയറ്റ്. അവരുടെ അടുത്ത് പറയുക നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഒന്ന്, ഇപ്പൊ രാവിലത്തെ ഫുഡ് എനിക്കൊന്ന് ഫോട്ടോ അയക്കാൻ പറയാം. അപ്പൊ നമ്മൾ അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ആ കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി നോക്കുക, ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്ര കലോറി വരും, ഇത് വരും. അപ്പൊ വെറുതെ മെഡിസിൻ കൊടുക്കലല്ല നമ്മളുടെ റോള്. നമ്മൾ വെറുതെ മെഡിസിൻ കൊടുത്താൽ അത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാം മാറും, ഇല്ല. നമ്മൾ ഇത് മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒരു പേഷ്യന്റ് ആസ് എ ഹോൾ നമ്മൾ എടുക്കുക. എക്സസൈസ് മോണിറ്റർ ചെയ്യാൻ പറയാം, ഒന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന എക്സസൈസിന്റെ വീഡിയോസ് ഇടാൻ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലേഡീസിന് ഇതൊക്കെ എളുപ്പത്തിൽ പറ്റും. ലേഡീസ് ആണ് ബാക്കിയുള്ള നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അവർ ചെയ്യുന്ന എക്സസൈസ് നമുക്ക് ഇടാൻ പറയാം. ഡെയിലി എക്സസൈസ് ഡെയിലി മോണിറ്റർ ചെയ്യാൻ പറയാം. ഈ ഗൂഗിളിന്റെ തന്നെ ഗൂഗിൾ ഫിറ്റ് എന്നൊരു സാധനമുണ്ട്, അവരോട് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ഉള്ളവരാണെങ്കിൽ സ്മാർട്ട് വാച്ചിൽ
അവർ നടക്കുന്ന സ്റ്റെപ്സ്, എക്സസൈസ്, ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഫിറ്റ് ഉണ്ടെങ്കിൽ അത് നടക്കുന്ന ഒരു 10,000 സ്റ്റെപ്പ് നടന്നു അല്ലെങ്കിൽ 5,000 സ്റ്റെപ്പ് നടന്നു, അതൊന്ന് അപ്പം തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് അവരടുത്ത് പറയാ, അതെ 5,000 നടന്നാൽ പോരാ, നാളെ 7,000 നടക്കണം കേട്ടോ, നാളെ 6,000 നടക്കണം, 8,000 നടക്കണം, 10,000 നടക്കണം, കുറച്ച് ബ്രിസ്ക് വാക്കിംഗ് വേണം, അപ്പൊ കാർഡിയോ എക്സസൈസ് പോലെ ഇത് ചെയ്യണം കുട്ടികളൊക്കെ ആണെങ്കിൽ. അപ്പൊ നമുക്കത് മോണിറ്റർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതെല്ലാം കമ്പയർഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹനിമാൻ പറഞ്ഞിട്ടുള്ളത്, വി ഹാവ് ടു ട്രീറ്റ് ദ പേഷ്യന്റ് ആസ് എ ഹോൾ. അതിന്റെ കൂടെ മൈൻഡ് വരും, ഈ ഹോർമോൺ ഡിപ്രഷൻസിനും ഹോർമോൺ ഡീവിയേഷൻസിലും വരുന്ന മൈൻഡ് വരും. അപ്പൊ അതിന് കൗൺസിലിംഗ്, ഒന്നില്ലെങ്കിൽ കൗൺസിലിംഗ് ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ പാട്ടും കൂടി, നമ്മൾ അറിയാവുന്നതാണ്, നമ്മൾ തന്നെ പാട്ടും കൂടി ഏറ്റെടുക്കുക. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു പേഷ്യൻസ് ആണ് PCOD. ഞാനത് പറഞ്ഞു. ഓക്കെ, ഇത് PCOSന്റെ ആണ്. ഇനിയുള്ളത് റീനൽ ഡയറ്റും കൂടിയാണ്. എനിക്ക് തോന്നുന്നു അതിനും കൂടിയുള്ള സമയം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അത്രയും സമയം ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. 10 മിനിറ്റ് കൂടി ഉള്ളൂ. റീനൽ ഡയറ്റ്. ഓക്കെ, പല നമുക്കൊരു 10 മിനിറ്റും കൂടി ഉണ്ട് തോന്നുന്നു. ഒരു 5-10 മിനിറ്റ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു പറയാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനിയുണ്ട് ഡയറ്റ്സ്. 5 മിനിറ്റ് കൂടെ കൊണ്ട് നിർത്തിയ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും ബാക്കിയുള്ളത് കുറെ ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഡയറ്റ്സ് ഉണ്ട്. കീറ്റോ ഡയറ്റ്സ് എന്താണ്, മറ്റേ ഡയറ്റ്സ് എന്താണ്, ബാക്കിയുള്ളതിന്റെ ഡിഫറൻസ് എന്താണ്, ഇതൊക്കെ നമുക്ക് വരാൻ കിടക്കുന്നുണ്ട്. അത് റീനൽ ഡയറ്റ് വേണമെങ്കിൽ. അതോടൊപ്പം സാറ് ഇടയ്ക്കൊന്ന് ഓരോന്നിനും പറ്റി എക്സർസൈസ് പറഞ്ഞല്ലോ, അതുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. കാർഡിയാക്ക് എക്സർസൈസ് അതൊരു വലിയ ടോപ്പിക്കാണ് മേഡം. അപ്പൊ ഇതൊക്കെ നമ്മള് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ്. കാർഡിയാക്ക് എക്സസൈസ്. അപ്പൊ എക്സസൈസ് എങ്ങനെ ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ നമ്മൾ അഡ്വൈസ് ചെയ്യണം എന്നുള്ളത് ഓരോ ഡിസീസ് ഉള്ളവർക്ക് പിന്നെ എക്സർസൈസ് നല്ലതാണ്. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഇനി അടുത്തതിൽ വരണം മൈക്രോ ന്യൂട്രിയൻസ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ആണ് വിറ്റാമിൻ D3, ബാക്കിയുള്ള മൾട്ടി വിറ്റാമിൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്. അപ്പൊ അതിന്റെ വരുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. നമ്മളിപ്പോ എല്ലാം ഇങ്ങനെ സഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമ്മളും സഫസ്റ്റിക്കേറ്റഡ് ആയാലേ പറ്റുള്ളൂ. കാരണം ന്യൂ ജനറേഷന്റെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ പോകണം. നമ്മൾ ബേസിക്, ഞാൻ റീനൽ ഡയറ്റും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഡയറ്റ് പ്ലാൻ ഓക്കെ, ഇത് റീനൽ മാത്രമാണ്. പക്ഷെ ഇവരുടെ റീനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലാബ് ടെസ്റ്റിനും കുറച്ച് കൂടി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ് റീനൽ ഡിസീസസ് എന്ന് പറയുന്നത്. ക്രിയാറ്റിനിൻ, ഇത് പ്രോട്ടീൻ, ഇതൊക്കെ നമ്മൾ ലാബ് ടെസ്റ്റും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ലാബ് ടെസ്റ്റും കൂടി നോക്കിയാൽ നമ്മുടെ ഡയറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ പറ്റും. റീനൽ ഡയറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സോഡിയം റെസ്ട്രിക്ഷൻസും പൊട്ടാസ്യം, പ്രോട്ടീൻ, ഇത് മൂന്നും നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ നമുക്ക് ക്രോണിക് UTIs, ക്രോണിക് റീനൽ ഫെയിലിയർ, അക്യൂട്ട് റീനൽ ഫെയിലിയേഴ്സ്, ഇതൊക്കെ നമ്മളടുത്ത് ഇപ്പൊ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഡയാലിസിസ് പേഷ്യൻസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് മൂന്നും കറക്റ്റ് ആക്കുക, പ്ലസ് ഡയറ്റ് കൂടി ചെക്ക് ചെയ്യുക. അപ്പൊ സോഡിയം, പൊട്ടാസ്യം, പ്രോട്ടീൻ, ഇത് മൂന്നും നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ക്രിയാറ്റിനിൻ, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ,
ഒരു കിഡ്നി ഫ്രണ്ട്ലി മീൽസ് എന്ന് പറയുന്നത് എത്ര മിനറൽസും എത്ര ഫ്ലൂയിഡ് ഇൻടേക്കും കറക്റ്റ് ആക്കണം. അതാണ് ഏറ്റവും ഈ റീനലിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫ്ലൂയിഡ് ഇൻടേക്ക്, ഫ്ലൂയിഡ് ഔട്ട്പുട്ട്, മിനറൽസ് എത്ര, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം ഇതൊക്കെ നമ്മളുടെ എത്ര, അതൊന്ന് മോണിറ്റർ ചെയ്യാം. എളുപ്പമാണ്, ഈസിയാണ്. പക്ഷെ നമ്മൾ ഒന്ന് ഈ ഏരിയയിലോട്ടും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ട്സ് ആർ ഫാർ 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 ബെറ്റർ ആണ്. ഹോമിയോപ്പസിന് കഴിയാത്ത ഒന്നുമല്ല. വേസ്റ്റ് ക്രിയാറ്റിനിൻ പോകുന്നുണ്ടോ, അമോണിയ എത്ര, ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് 2-3 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് ക്രോണിക് കേസസിൽ, എപ്പോഴും പറ്റിയെന്ന് വരില്ല, എന്നാലും നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതുപോലെ മീൽ പ്ലാൻ നമ്മൾ എങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നി ഡിസീസസിന്റെ സ്റ്റേജ്, സ്വെല്ലിംഗ് വരുന്നുണ്ടോ അല്ലെങ്കിൽ റീനൽ ഫെയിലിയേഴ്സ് ഉണ്ട്, ആ സ്റ്റേജസിൽ കൂടി വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ മീൽ പ്ലാൻ ചെയ്യാൻ കിഡ്നിയുടെ. Okay, in the early stages of kidney disease, you may have little or no limits to on what they eat. ആദ്യത്തേലൊന്നും നമുക്ക് വലിയ പ്രശ്നം, കുറച്ച് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റേജസ് ഓഫ് റീനൽ ഫെയിലിയേഴ്സിൽ അല്ലെങ്കിൽ റീനൽ കംപ്ലൈൻസ്, ഗ്ലോമുലർ നെഫ്രൈറ്റിസിന്റെ ഏത് സ്റ്റേജിൽ, ഗ്ലോമുലർ നെഫ്രോസിസിന്റെ ഏത് സ്റ്റേജസിലൊക്കെ നമുക്ക് ഓരോ സ്റ്റേജ് വൈസിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യാം. ഫുഡും ഇതിൽ എന്തൊക്കെ കഴിക്കണം? ലോവർ പൊട്ടാസ്യം ഫുഡ്, ആപ്പിളില് പൊട്ടാസ്യം കുറവാണ്. കാൻബറി, ഗ്രേപ്സ് കഴിക്കാം, പൈനാപ്പിൾ കഴിക്കാം, സ്ട്രോബെറീസ് കഴിക്കാം. ഇതാ പറയണം, നമ്മൾ ഒന്നും കഴിക്കരുത് എന്നല്ല പറയണം, നമ്മൾ ഇതൊക്കെ കഴിക്കാം. ഇതൊക്കെ കഴിക്കാം. കോളിഫ്ലവർ, ഒനിയൻസ്, പെപ്പേഴ്സ്, റാഡിഷ് കഴിക്കാം. റാഡിഷ് എന്താന്ന് നമുക്കറിയാം, ആ വെള്ള കളറിൽ ഒരു കാരറ്റ് പോലൊരു സാധനം പറഞ്ഞത്. ലെറ്റ്യൂസ് കഴിക്കാം. ലെറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ഇല, ഒരു തരം ഇലയാണ് നമ്മുടെ ഇതിൽ വെക്കുന്നത്, നമ്മുടെ ബർഗേഴ്സിലും പിന്നെ നമ്മുടെ ഷവർമ സാൻഡ്വിച്ചസിലൊക്കെ ഒരു തരം ഇല വരുന്നുണ്ട്, അതിൽ വലിയ ലീഫ് ഉള്ളത്. പിന്നെ ടോട്ടിലാസ് എന്നൊക്കെ പറയും. ടോട്ടിലാസ് ഒക്കെ നമുക്ക് ആൻഡ് വൈറ്റ് ബ്രെഡ്സ് കഴിക്കാം. ബീഫ് ആൻഡ് ചിക്കൻ ആൻഡ് വൈറ്റ് റൈസ്, മനസ്സിലായി. ബാക്കിയുള്ളതിലൊക്കെ ബ്രൗൺ റൈസ് ആണ്, ഇവർക്ക് വൈറ്റ് റൈസ് കൂടുതൽ കഴിക്കും. അപ്പൊ അവോക്കാഡോ കഴിക്കരുത്, ബനാന കൂടുതൽ കഴിക്കരുത്. കാരണം ബനാന, റോബസ്റ്റ് പ്രത്യേകം കഴിക്കരുത്, അതിന്റെ ഉള്ളിൽ പൊട്ടാസ്യം കൂടുതലാണ്. മെലോൺസ്, വാട്ടർമെലോൺ, ഓറഞ്ച്, പ്രൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്ട്രോബെറി അങ്ങനത്തെ ഉള്ളതൊക്കെ ഇതായിരുന്നു. റെസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്കമുന്തിരി, അത് റെസ്ട്രിക്ട് ചെയ്യുക, ഏറ്റവും റെസ്ട്രിക്ട് ചെയ്യേണ്ട സാധനങ്ങളിൽ ഒന്നാണ്. അതുപോലെ വിന്റർ പ്ലാന്റൈൻ, സ്പൈനാഷ്, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോ. ഓക്കെ, ബീൻസ്, ബേക്ക്ഡ് ബീൻസ്, ബ്ലാക്ക്, അങ്ങനെ നമ്മുടെ രാജ്മ, ഞങ്ങളൊക്കെ പറയും രാജ്മ എന്ന് പറയും. അല്ലാതെയുള്ള നമ്മുടെ പയർ, ബ്രൗൺ ഓർ വൈൽഡ് റൈസ്, ബ്രൗൺ റൈസ് റെസ്ട്രിക്ട് ചെയ്യണം ഈ ലിവർ റീനൽ കംപ്ലൈൻസ് ഉള്ളവർ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട്. അപ്പൊ റീനൽ ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട്. ഓക്കെ, അപ്പം ഹോമിയോപ്പതി ചികിത്സയോടൊപ്പം ഭക്ഷണ ക്രമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഒത്തിരി ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഇപ്പൊ സാറിന്റെ ക്ലാസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഗുണമുള്ളതും ദോഷമുള്ളതും രണ്ടും മനസ്സിലാക്കിയാലേ പറ്റൂ. എന്തൊക്കെ ഉൾപ്പെടുത്താം, എന്തൊക്കെ ഉൾപ്പെടുത്താതിരിക്കാം. അത് ഓരോ ഡിസീസിനും കൊടുക്കേണ്ട ഭക്ഷണക്രമങ്ങൾ വ്യത്യസ്തം. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇനി പല ഡിസീസുകളും ഭക്ഷണക്രമങ്ങളും വരുന്നുണ്ട് അല്ലേ? ബാലൻസ് ബാക്കിയുണ്ടല്ലേ? ലിവർ ഉണ്ട്, ലിവർ വളരെ പ്രധാനമല്ലേ? ഗട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഒത്തിരി ഒരുപാട് മനസ്സിലാക്കിയാലേ നമുക്ക് ഭക്ഷണക്രമം നമുക്ക് അടുത്ത് വരുന്ന പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ
പറയാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ നന്നായിരിക്കും. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. സമയം നമുക്ക് കൂടുതലില്ല, 5 മിനിറ്റേ ഉള്ളൂ. ആരും അനങ്ങുന്നില്ലല്ലോ. ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി, അല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായി. ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. എല്ലാം മനസ്സിലായത് കൊണ്ടാണോ? ജയലളിത ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എക്സലന്റ് സെഷൻ. ജയലളിത ഡോക്ടറെ ഓഡിയോയിൽ കൂടെ പറയാം. എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാം. സാറിന്റെ ക്ലിനിക്കിന്റെ മുകളിൽ ഇതിനെല്ലാം വേണ്ടുന്ന എക്സർസൈസിന്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യോഗ, സൂംബ ഇത് വെച്ചിട്ടുള്ള ഇതാണ്. മെഷീൻസ് ഇല്ല, ബാക്കി എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഹോമിയോപ്പതി നമ്മൾ മിക്സ് ചെയ്യുന്നു. ഏത് കാര്യത്തിൽ ഇപ്പൊ ആർക്കെങ്കിലും വന്നിട്ട് ഇപ്പൊ ഒബേസിറ്റി ആണെങ്കിൽ നമ്മൾ ഒബേസിറ്റിക്കുള്ള ഡയറ്റ് പ്ലാൻസും ഫുഡും നമ്മളുടെ മെഡിസിനും പിന്നെ അതിന്റെ കൂടെ വേണ്ട എക്സസൈസ് ഏതാണെന്ന് വെച്ചിട്ട് അവരുടെ ഏജിനനുസരിച്ച് യോഗ വേണമെങ്കിൽ യോഗക്കാർക്ക് അത് കൊടുക്കും. അല്ലാത്തവർക്ക് നമ്മൾ സുംബ പിന്നെ ബാക്കിയുള്ള ആർട്ട് ഫോംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു പേഷ്യന്റ് വന്നാൽ ഒരു 2 മാസമോ അല്ലെങ്കിൽ 1 മാസമോ ഒക്കെ താമസിപ്പിച്ച് നമ്മൾ ഫുഡും എക്സർസൈസും ഒക്കെ ചെയ്യിച്ച് വിട്ടാൽ, മരുന്നും കൊടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇവര് വീട്ടിൽ പോയാലും ഇതെല്ലാം പറഞ്ഞ പോലെ മോണിറ്റർ ചെയ്യേണ്ടി വരും, ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. അത് വേണം. അതിനാണ് ഇപ്പൊ നമ്മൾ കുറെ ആപ്സ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ആപ്സ് വരുന്നുണ്ട്. നമ്മുടെ ഹെൽത്തിഫൈ മീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആപ്സ് ഉണ്ട്. അപ്പൊ ആ ആപ്പിൽ നമുക്കും ആപ്സ് ഉണ്ടാക്കാം. വലിയ ചെലവൊന്നുമില്ല. ഒരു 10 നമുക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ചെലവേ ഇല്ല. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് B2B ആ പേഷ്യന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആപ്പ് വഴി നമുക്ക് എല്ലാം മോണിറ്റർ ചെയ്യാം. നമ്മൾ ക്ലിനിക്കിൽ വെറുതെ ഇരുന്നാൽ മതി. ഡോക്ടറെ, നല്ല സെഷൻ ആയിരുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ. അത് മുഴുവനായിട്ടില്ല, അത് ഇനിയും ഉണ്ടെന്ന് തോന്നണം. അതങ്ങനെ കേട്ടിരുന്നിരുന്നിരുന്ന് തീർന്നിട്ടില്ല എന്ന് മനസ്സിലായി. ഞാനൊന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്റെ മോള് ഹെൽത്തി വേമിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ബാംഗ്ലൂര്. അപ്പൊ അവള് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ട് അതല്ല ഇതല്ല ഇങ്ങനെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഒന്നും കൂടി ഇത് ക്ലിയർ ആയത്. അപ്പൊ അവള് പറയാറുണ്ട് അങ്ങനെ. പിന്നെ അവള് ഡയറ്റീഷ്യൻ ആണ്. അവളിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സെഷനിലും എടുത്തിട്ടുണ്ട്, മലയാള സെഷനിലും നമ്മുടെ IAPH ക്ലാസ് എടുത്തിട്ടുണ്ട്. പൂനെയിലാ പഠിച്ചത്. അപ്പൊ അവരുടെ ഡയറ്റ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവള് പറയാറുണ്ട് കുറെ ഡയറ്റ് ഒക്കെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് പേഷ്യൻസ്. കൂടുതൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞെങ്കിൽ മെഡിസിനേക്കാളും കൂടുതൽ അവര് കൂടുതലും ഫുഡ് ഇത് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മ പോണത്. ഞാൻ പറയണെങ്കിൽ അലോപ്പതിയിൽ PCOD അങ്ങനെ മെഡിസിൻ അവര് പറയാറില്ലല്ലോ. എക്സർസൈസും ഡയറ്റ് കൺട്രോളും അല്ലേ പറയാറ്. അപ്പോ അത് വഴിയാണ് കൂടുതൽ. അവർക്ക് വേറെ ഇതില്ലല്ലോ, മെഡിസിൻസ് ഇല്ലല്ലോ. കുറച്ച് ഹോർമോൺ ടാബ്ലറ്റ്സ് എന്തെങ്കിലും കൊടുക്കും, അത് കഴിഞ്ഞ് അത് ശരിയാവും എന്ന് പറയലാണ് പതിവ്. ഫുഡാണല്ലോ കൂടുതൽ അവിടെ കൺട്രോൾ എക്സർസൈസും വരുന്നത്. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. മതിയായില്ല, ഇനിയും വേണം, തീർന്നില്ല. ഡോക്ടർ ആ മോളെ ഞങ്ങൾക്കൊന്ന് വിട്ടുതരുമോ? അവള് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ക്ലാസ് എടുത്തല്ലോ. സാർ കണ്ടില്ലായിരുന്നു? ഡോക്ടർ കണ്ടില്ലായിരുന്നോ? ക്ലാസ് എടുക്കാനല്ല, നമ്മുടെ ക്ലിനിക്കിൽ അസോസിയേറ്റ് ചെയ്യാൻ. അവള് പോയി ഇവിടെ നിന്നൊക്കെ. അവളെ UK-ലെത്തി. അത് കുഴപ്പമില്ല, UK-ൽ ഇരുന്നോട്ടെ. ഞങ്ങൾക്ക് ഓൺലൈനിൽ ആളെ കിട്ടിയാ മതി. പറഞ്ഞു നോക്കാം. ടൈം വ്യത്യാസം ഉണ്ടാവുമല്ലോ ഡോക്ടർ? 5 മണിക്കൂറിന്റെ വ്യത്യാസം ഇല്ലേ അവിടെ ഇവിടെ തമ്മില്? അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. നിങ്ങൾ ആളെത്താ, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. ഡോക്ടറെ, സാത്ത് ഡോക്ടർക്കുള്ള നന്ദി കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമയം ഏകദേശം കഴിയാറായി. ശൈല ഡോക്ടറെ, എന്നെ വിളിച്ചതിൽ നന്ദി. അപ്പൊ ഞാൻ സാദത്ത് ഡോക്ടറിന്റെ എന്നത്തെ ക്ലാസ്സും നല്ല ക്ലാസ് തന്നെയാണ്. സൂപ്പർ ക്ലാസ്സുകളാണ്. ഒരുപാട് നോട്ട്സും ഉണ്ടാവും, നല്ല ക്ലാസ്സുകളുമാണ്. നല്ല കമ്പാരിസൺ ഒക്കെ ആയിട്ട് നല്ലപോലെ സിമ്പിൾ ആക്കി പറഞ്ഞു തരും. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സും ഒരു സ്പെഷ്യൽ, ഒരു വെറൈറ്റി.
ഇപ്പൊ പല വിഭവങ്ങളുള്ള ഊണിന്റെ കൂടെ ഒരു കറി 2 കറി കുറഞ്ഞു പോയി. എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും IOPHന്റെ പേരില് ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഒരുപാട് നന്ദി. വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ. താങ്ക് യു സർ. ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യണേ 27-ാം തീയതി. ഞാൻ പേഴ്സണലായിട്ട് പറയാം. ഓക്കെ, ബാക്കി ഇനി കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ട് ജയലളിത ഡോക്ടർ അറിയിക്കുന്നതായിരിക്കും. ജയലളിത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷൻ പെട്ടെന്നാണ് കടന്നുപോയത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് വരണമെന്ന് അപേക്ഷയോടുകൂടി ഇന്ന് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും സൂം പ്ലാറ്റ്ഫോമിൽ ഇന്നുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.